നമ്മളിൽ പലരും വീട്ടിൽ പെറ്റുകളെ വളർത്തുന്നവരായിരിക്കും. എന്നാൽ ആ പെറ്റുകൾ നമ്മളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരത്തിൽ തങ്ങളുടെ ഉടമസ്ഥരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും എന്തിനേറെ അവരെ ഭക്ഷണമാക്കുകയും വരെ ചെയ്ത ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോ മനക്കട്ടിയുള്ളവർ മാത്രം തുടർന്ന് കാണുക. ജോനറ്റ് എന്ന സ്ത്രീക്ക് സംഭവിച്ച അതിദാരുണമായ ഒരു സംഭവമാണിത്. അതായത് തന്റെ ഭർത്താവ് മരണപ്പെട്ട ശേഷം ഈ സ്ത്രീ വളരെ ഒറ്റപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ സ്ത്രീയുടെ വീട്ടിൽ ഒരുപാട് വളർത്തുപൂച്ചകളും നായകളുമൊക്കെ ഉണ്ടായിരുന്നു. വീട് വിട്ട് അധികമൊന്നും പുറത്തു പോകാതെ തന്റെ വളർത്തുമൃഗങ്ങളുമായി മാത്രമായിരുന്നു ജോനറ്റ് അധിക സമയവും ചിലവിട്ടിരുന്നത്. എന്നാൽ ഒരു ദിവസം ജോനറ്റിന്റെ അയൽവാസികൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ജോനറ്റിനെ ഒരുപാട് നാൾ പുറത്തേക്കൊന്നും അവരാരും കണ്ടിരുന്നില്ല. കൂടാതെ ജോനറ്റിന്റെ മെയിൽ ബോക്സ് മുഴുവൻ കത്തുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അങ്ങനെ എന്തോ പന്തികേട് തോന്നിയ അയൽവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ജോനറ്റിന്റെ വീട്ടിൽ എത്തുകയും ചെയ്തു. പക്ഷേ പോലീസുകാർക്ക് ആ വീട്ടിലേക്ക് ഡോർ തുറന്ന് കയറാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ആ വീടിന്റെ ജനലിലൂടെ അകത്തേക്ക് കയറുകയായിരുന്നു. പക്ഷെ അവർ അതിനുള്ളിൽ കണ്ട കാഴ്ച വളരെ വേദനാജനകമായിരുന്നു. അതായത് ജോനറ്റ് മുൻപേ തന്നെ മരിച്ചുപോയിരുന്നത്രേ. കൂടാതെ ഭക്ഷണമൊന്നും ലഭിക്കാതെ ചില പൂച്ചകൾ ജോനറ്റിന്റെ ശരീരം കഴിക്കാനും ആരംഭിച്ചിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വളർത്തുമൃഗങ്ങൾ തന്റെ ഉടമകളെയും വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണമാക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ശേഷം ആ വളർത്തുമൃഗങ്ങളെ പലരും അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനേക്കാൾ ഭീകരമായ സംഭവങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അമേരിക്കയിലെ ടെക്സാസിലെ ആംബർ മൈക്കിൾ കൗച്ച് എന്ന സ്ത്രീ ഒരു മൗണ്ടൻ ലയണിനെ പെറ്റായി വളർത്തിയിരുന്നു. ടെക്സാസിലൊക്കെ പെർമിറ്റ്സും വാക്സിനേഷനും നൽകുകയാണെങ്കിൽ മൗണ്ടൻ ലയൺസിനെ വളർത്തുന്നത് നിയമപരമായി അലൗഡാണ്. പക്ഷേ ആംബർ ഈ മൗണ്ടൻ ലയണിനെ ഒരു ചെറിയ കൂട്ടിൽ അടക്കുകയും വാക്സിനേഷൻ നൽകുകയൊന്നും ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ ആംബറിന്റെ ഫ്രണ്ട്സും ഫാമിലിയുമെല്ലാം ഈ മൗണ്ടൻ ലയണിനെ ഇങ്ങനെ വളർത്തുന്നതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അവൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെ വളർത്തുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവളുടെ സഹോദരിയും ഫാമിലിയും അവളുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് സഹോദരിയുടെ ചെറിയ കുട്ടി ആ മൗണ്ടൻ ലയണിന്റെ കൂടിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. എന്നാൽ ആക്രമണകാരിയായിരുന്ന മൗണ്ടൻ ലയൺ ആ കുട്ടിയെ ആക്രമിക്കുകയും കുട്ടിയുടെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഒരുപാട് സർജറികളും മറ്റും ചെയ്തുകൊണ്ടാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ ഗവൺമെന്റ് ആ മൗണ്ടൻ ലയണിനെ പിന്നീട് പിടിച്ചുകൊണ്ടുപോവുകയും ആംബറിനെ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ആ മൗണ്ടൻ ലയൺ മനുഷ്യർക്ക് ഭീഷണിയാണെന്ന കാരണത്താൽ അതിനെ ദയാവധം ചെയ്യുകയായിരുന്നു. അമേരിക്കയിലെ ഡെലാവെയർ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു റൊണാൾഡ് ഹഫ് എന്ന വ്യക്തി. ഇദ്ദേഹത്തിന് ഉടുമ്പുകളെയൊക്കെ പെറ്റായി വളർത്തുന്ന ശീലമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഉടുമ്പുകൾ സാധാരണ 8 അടി നീളത്തിലൊക്കെ വളരുകയും വളരെ അപകടകാരികളുമാണ് എന്നതാണ് സത്യം. എന്നാൽ റൊണാൾഡിന്റെ ഈ ഹോബിയെ അദ്ദേഹത്തിന്റെ ഫാമിലിയും സുഹൃത്തുക്കളും വളരെ ഭയത്തോടെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അതൊന്നും റൊണാൾഡ് വകവെച്ചിരുന്നില്ല. അങ്ങനെ കുറച്ചു ദിവസം റൊണാൾഡിനെ അദ്ദേഹത്തിന്റെ അയൽവാസികളും ഫാമിലിയൊന്നും കാണാത്തതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് അതിഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു. അതായത് റൊണാൾഡ് നിലത്ത് മരിച്ചു കിടക്കുകയും അദ്ദേഹത്തിന്റെ ശരീരം ഉടുമ്പുകൾ ഭക്ഷണമാക്കുന്നതായിരുന്നു അവർ കണ്ടത്. എന്നാൽ റൊണാൾഡ് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് മരണപ്പെടുകയും മരണപ്പെട്ട റൊണാൾഡിനെ ഭക്ഷണം കിട്ടാതെ വിശന്നു വലഞ്ഞ ഉടുമ്പുകൾ ഭക്ഷണമാക്കുകയും ചെയ്തിരിക്കാമെന്നാണ് നിഗമനം. ഒരു മൃഗസ്നേഹിയായ മനുഷ്യനായിരുന്നു ക്ലോസ് ഡെറിൻഡ എന്ന വ്യക്തി. അങ്ങനെ ഇദ്ദേഹം ഒരു ചെറിയ വൈൽഡ് ബീസ്റ്റ് അഥവാ ഒരു കാട്ടുപോത്തിനെ വാങ്ങിക്കുകയും അതിനെ തന്റെ മറ്റു കന്നുകാലികളുടെ കൂടെ വളർത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ കാലക്രമേണ ആ വൈൽഡ് ബീസ്റ്റ് വളർന്നു വലുതാവുകയും അത് വളരെ ആക്രമണകാരിയായി മാറുകയും ചെയ്യാൻ ആരംഭിച്ചു. പ്രത്യേകിച്ച് അതിന്റെ ഇണചേരേണ്ട സമയത്തായിരുന്നു അത് കൂടുതലും അഗ്രസീവായി കാണപ്പെട്ടിരുന്നത്. പക്ഷേ അത് വളരെ അപകടം നിറഞ്ഞ അവസ്ഥയാണെന്ന് ക്ലോസിന് പലരും മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊക്കെ അദ്ദേഹം അവഗണിക്കുകയായിരുന്നു. അങ്ങനെ 2004 തന്റെ കന്നുകാലികളെ നോക്കാൻ പോയ ക്ലോസ്
പിന്നെ മടങ്ങി വന്നില്ല. പിന്നീട് അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് തിരയാൻ വേണ്ടി പോയ അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ടത് നല്ലതുപോലെ പരിക്ക് പറ്റി നിലത്ത് കിടക്കുന്ന ക്രോസിനെയായിരുന്നു. സത്യത്തിൽ ക്രോസിനെ ആ വൈൽഡ് ബീസ്റ്റ് അതിന്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ടെല്ലാം ആക്രമിക്കുകയായിരുന്നു. പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാതെ ക്രോസ് മരണപ്പെടുകയാണ് ചെയ്തത്. ന്യൂയോർക്കിൽ നിന്നുള്ള അലിറ്റ സ്റ്റാൻസി എന്ന സ്ത്രീ പാമ്പുകളെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു. സ്റ്റാൻസി 70ഓളം പാമ്പുകളെ വളർത്തുകയും ചെയ്തിരുന്നു അത്രേ. ആ കൂട്ടത്തിൽ ഭൂമിയിലെ ഏറ്റവും മാരക വിഷമുള്ള ഒരു പാമ്പായ ബ്ലാക്ക് മാമ്പയും ഉണ്ടായിരുന്നു. മനുഷ്യന് ഇവയുടെ കടിയേറ്റ് കൃത്യമായി ആന്റിവനം നൽകിയില്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ കടിയേറ്റയാൾ മരണപ്പെടും. അത്രത്തോളം മാരക വിഷമുള്ള പാമ്പുകളാണ് ഇവകൾ. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരുപാട് വാണിങ്ങുകൾ ലഭിച്ചിരുന്നുവെങ്കിലും സ്റ്റാൻസി പാമ്പ് വളർത്തൽ ഉപേക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ മുൻപേ സൂചിപ്പിച്ച ബ്ലാക്ക് മാമ്പ എങ്ങനെയോ അതിന്റെ കൂട്ടിൽ നിന്നും പുറത്തു കടക്കുകയും അത് സ്റ്റാൻസിയുടെ കയ്യിൽ കടിക്കുകയും ചെയ്തു. ബോധം നഷ്ടപ്പെട്ട രീതിയിൽ കിടക്കുന്ന സ്റ്റാൻസിയെ ആദ്യം കണ്ടത് അവളുടെ ബോയ് ഫ്രണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ ടീം അവിടെ എത്തുകയും സ്റ്റാൻസിക്ക് പെട്ടെന്ന് തന്നെ ആന്റിവനം നൽകുകയും ചെയ്തു. പക്ഷേ ആന്റിവനം നൽകി അവളെ രക്ഷപ്പെടുത്താനുള്ള സമയം അപ്പോഴേക്കും അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ സ്റ്റാൻസി താൻ വളർത്തിയ ഒരു വളർത്തുജീവി കാരണം തന്നെ മരണപ്പെടുകയായിരുന്നു. ലോകത്ത് ഏറ്റവും അധികം മനുഷ്യരെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു പക്ഷിയാണ് കസോവരി. ഒട്ടകപ്പക്ഷിയുടെ ബന്ധുവായ വലിപ്പത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള ഇവ ക്യൂൻസ്ലാൻഡ്, ഓസ്ട്രേലിയ, പപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളിലാണ് സാധാരണയായി കണ്ടുവരുന്നത്. കറുത്ത കട്ടി കൂടിയ തൂവലുകൾ ശരീരമാകെ മൂടിയിട്ടുള്ള കസോവരിക്ക് അല്പദൂരം പോലും പറക്കാനാവില്ല. തല ഉയർത്തിപ്പിടിച്ചാൽ 6 അടി വരെ ഉയരവും 60 കിലോയിലധികം ഭാരവുമുള്ള ഈ പക്ഷികളെ ലോകത്തെ ഏറ്റവും അപകടകാരികളായ പക്ഷികളായാണ് കണക്കാക്കുന്നത്. ബലിഷ്ഠമായ കാലുകളും അവയിലെ കൂർത്ത കടാര പോലെയുള്ള നഖങ്ങളുമാണ് ഇവയുടെ പ്രധാന ആയുധം. ഇവയുടെ കാൽനഖങ്ങൾ കൊണ്ട് ശത്രുവിനെ മാന്തുകയാണിവ ചെയ്യുക. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഇവയ്ക്ക് ഓടാൻ സാധിക്കുന്നതിനാൽ സാധാരണ മനുഷ്യർക്ക് ഇവയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. വനത്തിൽ സ്വതന്ത്രമായി വളരുന്ന കസോവരികൾക്ക് അവരുടെ അധീന പ്രദേശങ്ങളിലേക്ക് മറ്റുള്ളവർ കടന്നു കയറുന്നത് ഇഷ്ടമല്ല. ഇത്രയും അപകടകാരികളായ പക്ഷികളെ വളർത്തിയ ഒരു വ്യക്തിയായിരുന്നു മർവിൻ ഹജോസ് എന്ന ടെക്സാസിലെ ഒരു വ്യക്തി. അങ്ങനെ ഒരു ദിവസം തന്റെ മൃഗശാലയിലുള്ള കസോവരികൾക്ക് തീറ്റ കൊടുക്കുന്നതിനിടെ അവയുടെ കൂട്ടിലേക്ക് ഇദ്ദേഹം അറിയാതെ വീണു പോവുകയായിരുന്നു. പെട്ടെന്ന് തന്റെ കൂട്ടിലേക്ക് എന്തോ എത്തിയത് കണ്ട കസോവരികളുടെ ഡിഫൻസീവ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും മാർവിൻ ഹജോസ് തന്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ കസോവരികൾ ആക്രമിക്കുകയായിരുന്നു. എങ്കിലും അദ്ദേഹം ഏറെ കഷ്ടപ്പെട്ട് തന്നെ രക്ഷിക്കണം എന്ന് പറയാനായി പോലീസിനെ വിളിച്ചെങ്കിലും അവർ എത്തുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് ഇനിയും വീഡിയോ ആവശ്യമാണെങ്കിൽ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.